ഏറ്റവും എളുപ്പത്തിൽ പ്രതികളെ പിടിക്കാൻ ഇടപെടേണ്ട സംവിധാനം പോലീസിൻ്റെ തന്നെയാണ്. അവരത് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഡിലേ ഉണ്ടാകുന്നത്. ഞാനൊരു കാര്യം ആലോചിച്ചോട്ടെ, ഇത് ഇങ്ങനെ ഒരു തെളിവും ആ ചെറുപ്പക്കാരൻ വന്നിട്ട് അതിൽ പങ്കില്ല എന്ന് പോലീസിന് പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ലെങ്കിൽ എത്ര പേര് എന്നെ സംശയിക്കുമായിരുന്നു, എത്ര പേര് UDF-നെ നിന്റെ പങ്കിനെ സംശയിക്കുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു വൃത്തികേടാ കാണിച്ച് വന്നു. പറയുന്നില്ല, അന്ന് പറഞ്ഞില്ല, തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ പറഞ്ഞില്ല, തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി വോട്ടിംഗ് തീരുന്നതിന്റെ മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ ഇത് പറഞ്ഞില്ല. അതിന്റെ ശേഷം ഫേസ്ബുക്ക് വാളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഫേസ്ബുക്ക് വാളിലൊക്കെ ഇത് കിടന്നപ്പോൾ പറഞ്ഞില്ല. റിസൾട്ട് വരുന്നത് വരെയും ഒരു ക്ലാരിറ്റി ഇവർ തന്നില്ല. അപ്പോൾ റിസൾട്ട് അവർ പരാജയപ്പെടുന്നവർക്ക് ഉറപ്പാണ്. അപ്പം ഞങ്ങളെ ജയത്തിന് വേറൊരു കളർ കൊടുക്കാനൊരു ശ്രമം നടത്തി നോക്കി. പക്ഷെ അത് വടകരയിലെ ജനങ്ങൾ ഒന്നടങ്കം തള്ളി. ഇപ്പൊ ഗതിയില്ലാതെ കോടതി ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും പുറത്ത് വന്നത്. ഇപ്പൊ ഇവരെ പാർട്ടി സംരക്ഷിക്കുക. അപ്പൊ ആ വീഡിയോയുടെ പേര് പറഞ്ഞാൽ എത്ര ആക്ഷേപം കേട്ടു. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര ആക്ഷേപം ഞാൻ കേട്ടു. അത് പിന്നെ അതിന്റെ ഇടയിൽ തന്നെ തിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനേക്കാളൊക്കെ മോശപ്പെട്ട ശ്രമം ഞാൻ പറഞ്ഞില്ല. ഇത് ഈ നാടിന്റെ ഐക്യത്തിന്റെ മുഖത്ത് TPയുടെ മുഖത്ത് വെട്ടിയതുപോലെ വെട്ടാൻ CPM നടത്തിയ ശ്രമത്തെ വടകരയിലെ ജനങ്ങൾ മതേതരത്വത്തിന്റെയും ഐക്യത്തിന്റെയും പരിച കൊണ്ട് തടുത്തതാണ് ഈ ഇലക്ഷനിൽ കണ്ട റിസൾട്ട്. ഇതിൽ CPM അല്ലാതെ വേറെ ആരാണ്? അത് പോലീസ് പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയോ DGP ഒന്നും അല്ലല്ലോ. ചില സംശയങ്ങൾ എല്ലാവർക്കും, നിങ്ങൾക്കൊക്കെ തോന്നുന്ന സംശയം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് പിന്നെ ലീഗലി ക്ലാരിഫൈ ചെയ്യേണ്ടത് പിന്നെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യട്ടെ. പാലക്കാട് രാഹുൽ ഗാന്ധി പ്രചരണത്തിന് വരുമെന്നാണോ? ബൈ ഇലക്ഷനിൽ അങ്ങനെ രാഹുൽ ഗാന്ധി പ്രചരണത്തിന് അധികം കാണാറില്ല. അല്ല, ഞാൻ പറയുന്നത് ഒരു പാർട്ടി പിന്നെ ഒരു പാർട്ടി വേദിയിൽ തീർച്ചയായിട്ടും അതിൻ്റെ ചർച്ചകളിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായം അതിനെ സംബന്ധിച്ച് ഞാൻ പറയും. പിന്നെ പാലക്കാട് എന്നുള്ളൊരു പിന്നെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്ന ഒരു MLA എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ജനങ്ങളുടെ പിന്നെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അതുപോലെ തന്നെ കേരള നിയമസഭക്കകത്ത് പിന്നെ ഭരണകൂടങ്ങളുടെ ചെയ്തികളെ ആർജവത്തോടെ ചോദ്യം ചെയ്യാൻ കഴിയാവുന്ന, ആ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരെയും ഒരുപോലെ കാണാനൊക്കെ കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥി വരണം എന്നുള്ള ആഗ്രഹം പാർട്ടിയുടെ മുമ്പിൽ പിന്നെ ഞാൻ പ്രകടിപ്പിക്കും. അത് പാർട്ടി മുന്നണിയും ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതൊക്കെ ഞാനീ പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം, അദ്ദേഹം വടകരയിൽ മത്സരിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിന് ഒരു സംശയം ഞങ്ങൾക്കുമില്ല, വടകരയിലെ ജനങ്ങൾക്കും ഇല്ല. അപ്പം പാർട്ടിക്ക് വേണ്ടി എടുത്തൊരു തീരുമാനമാണ്. അതിപ്പം വടകരയിലേക്ക് മത്സരിക്കാൻ വന്നതും ഇടയ്ക്ക് നേമത്ത് മത്സരിക്കേണ്ടി വന്നതും ഇപ്പം തൃശ്ശൂരിലേക്ക് പോകേണ്ടി വന്നതും ഒക്കെ പാർട്ടിക്ക് വേണ്ടി എടുത്ത തീരുമാനമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വേറൊരു തരത്തിൽ കോർണർ ചെയ്യാൻ ഉപയോഗിക്കുമായിരുന്ന ചില ഇൻസിഡൻസിനെ മുരളിയേട്ടൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട്, ആ സീരിയസ് ഫൈറ്റിന് നേരിട്ട് ഇറങ്ങിയത് കൊണ്ട് അതിനൊരു പരിധി വരെ ബാക്കി 19 സീറ്റിലും പ്രതിരോധിക്കാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി എടുത്ത തീരുമാനമാണെന്ന് പാർട്ടിക്ക് അറിയാം. അദ്ദേഹം പാർട്ടിയുടെ നേതൃമുഖമായി തന്നെ തുടരുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. പിന്നെ എവിടെ മത്സരിക്കണം അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതൊക്കെ അദ്ദേഹവും പാർട്ടിയും കൂടെ തമ്മിൽ ആലോചിച്ചിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അദ്ദേഹം ഒരിക്കലും ഒരു വ്യക്തി ലാഭത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തൊരു തീരുമാനമല്ല, പാർട്ടിക്ക് വേണ്ടി എടുത്ത തീരുമാനമാണ്. അത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം. ഞാൻ പറഞ്ഞില്ല, അത് മുരളിയേട്ടനും പാർട്ടിയും കൂടിയാണല്ലോ അത് ആലോചിച്ചിട്ട് പിന്നെ തീരുമാനമെടുക്കേണ്ടത്. അല്ല, അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണോ, പാർട്ടിയുടെ താല്പര്യം എന്താണോ, പാർട്ടി നേതൃത്വം അദ്ദേഹം കൂടെ സംസാരിച്ചിട്ട് അതിനകത്ത് ഉചിതമായ പാലക്കാട്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയ ലീഡ് എന്ന് പറഞ്ഞാൽ 3000 ചില്ലാനം ലീഡാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് 10,000-ഓളമായി എന്നുള്ളതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4000-ന്റെ മേലെയാണ് ലീഡ്.
2021 3000-ൻ്റെ മേലെയാണ് ലീഡ്. 2024 ആയത്തേക്കും അത് 10,000-ൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട്ടെ പിന്നെ ഈ കാര്യം അത് അവിടുത്തെ ജനങ്ങളുടെ ഒരു ക്രെഡൻഷ്യലാണ്. അത് അവർ പിന്നെ ആലോചിച്ച് ചെയ്യുന്ന വോട്ടാണ്. ഞങ്ങളെ കൈവിടില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. പിന്നെ അവിടെ ചെയ്ത കാര്യങ്ങളും ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഒക്കെ അവർ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാലക്കാടുമായിട്ടുള്ള ഒരു ബന്ധത്തെ അറുത്തു മുറിച്ച് മാറ്റാൻ പോകുന്ന ഒരാളല്ല എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന കാര്യം പാലക്കാട് ഞങ്ങളെ കൈവിടില്ല എന്നുള്ളത് തന്നെയാണ്.